പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം. ഞാൻ അനിത. ഇന്ന് നമുക്ക് പുതിയൊരു വിഷയം സംസാരിക്കാം. ഇന്ന് സംസാരിക്കുന്ന വിഷയം വേടനെക്കുറിച്ച് തന്നെയാണ്. വേടൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആശയങ്ങൾ നമുക്കറിയാം. ജാതീയതയ്ക്കെതിരായിട്ടും സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിൽപ്പെടുന്ന ജനങ്ങൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾക്കെതിരായിട്ടൊക്കെയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. പക്ഷേ അതിൽ അദ്ദേഹം മിക്കവാറും പാടുന്ന കൂട്ടത്തിൽ ഓഡിയൻസിനോടൊരു ചോദ്യം ചോദിക്കും. ഞാൻ ഏത് പാട്ട് പാടണം എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ചോദിക്കുമ്പോൾ കുട്ടികളൊക്കെയും പെട്ടെന്ന് തന്നെ പറയും, പൊയ്കയിലപ്പച്ചൻ്റെ പാട്ട് പാടുമോ? പൊയ്കയിലപ്പച്ചൻ്റെ പാട്ട് ചോദിക്കുന്ന നിങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുവെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ അദ്ദേഹം പല സ്റ്റേജ് പ്രോഗ്രാമുകളിലും പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പൊയ്കയിലപ്പച്ചൻ്റെ വേടൻ തന്നെ ആ പാട്ട് പാടിയിട്ടുണ്ട്. പൊയ്കയിലപ്പച്ചൻ്റെ ആ ഒരു കവിത സമൂഹത്തിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അനീതിക്കെതിരായിട്ടും ജാതീയതയ്ക്കെതിരായിട്ടും അദ്ദേഹം പാടിയിട്ടുള്ള, അതായത് ഈ പൊയ്കയിലപ്പച്ചൻ എന്നറിയപ്പെടുന്ന ആ സാമൂഹിക പരിഷ്കർത്താവ് എഴുതിയിട്ടുള്ള ആ കവിത, അതായത് പുലയരെല്ലാവരും കൂടി ചേരമരായാലെന്താ എന്ന് തുടങ്ങുന്ന ഒരു കവിതയുണ്ടല്ലോ. ആ കവിതയെ വേടൻ ഒരു സ്റ്റേജിൽ പാടിയിട്ടുള്ളത് എടുത്തിട്ട് നമുക്കത് കേൾക്കുകയും ചെയ്യാം. അതോടൊപ്പം അതിൻ്റെ വരികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ കവിതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന പൊയ്കയിലപ്പച്ചൻ എന്നറിയപ്പെടുന്ന ആ വ്യക്തി ആരായിരുന്നു എന്ന് നമുക്ക് അതിനെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ തീമിലേക്ക് കടന്നു പോകാം. അപ്പോൾ 1930കളിൽ ഒക്കെ ജീവിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പൊയ്കൽ കുമാരഗുരുദേവനെന്നും പൊയ്കയിൽ അപ്പച്ചനെന്നും പൊയ്കയിൽ യോഹന്നാനെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം സമൂഹത്തിലെ താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള, അല്ലെ പുലയർ, പറയർ, അല്ലെങ്കിൽ കുറവർ തുടങ്ങിയിട്ടുള്ള താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അസമത്വങ്ങളും ഉച്ചനീചത്വങ്ങളും തൊട്ടുകൂടായ്മയ്ക്കെതിരെയും വളരെയധികം അതിനെതിരെ ജനങ്ങളെ വളരെ പ്രബുദ്ധരാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതേക്കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകളിലൂടെയൊക്കെ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ജനിച്ചത് പൊയ്കയിൽ കുടുംബത്തിൽ, പൊയ്കയിൽ എന്നറിയപ്പെടുന്ന തറവാട്ടിൽ, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഒരു പറയ സമുദായത്തിലാണ് ജനിച്ചത്. സ്ഥലം എന്ന് പറയുന്ന ഇരവിപേരൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ജനിച്ചപ്പോൾ ഈ പറയർ എന്ന് പറയപ്പെടുന്ന വംശത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ജാതിയിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കളോടൊപ്പം തന്നെ ഈ ഒരു കുടുംബം ക്രിസ്തീയ മതവിഭാഗത്തിലേക്ക് ചേരുകയാണ് ഉണ്ടായത്. ക്രിസ്തീയ മാർത്തോമ വിഭാഗത്തിലേക്ക് അവർ മതപരിവർത്തനം നടത്തി ചേർന്നതിന് ശേഷം ഇദ്ദേഹം വചനപ്രഘോഷണങ്ങളും നന്നായിട്ട് സംസാരിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് തന്നെ ആളുകളെ പ്രബുദ്ധരാക്കാൻ വേണ്ടി വളരെയധികം നന്നായിട്ട് സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ണ്ടതായിട്ടുള്ളൊരവസ്ഥ വരികയും അത് ആ ഒരു മതവിഭാഗത്തിൽ നിന്ന് പൊയ്കയിലപ്പച്ചൻ പുറത്തു കടക്കുകയും ചെയ്തിട്ട് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ അല്ലാത്ത മറ്റൊരു മതം അദ്ദേഹം രൂപീകരിക്കുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് നമ്മൾ PSC പരീക്ഷകളിലൊക്കെ പറയും. പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന പേരിലുള്ള ഒരു പ്രത്യേക ഒരു കൂട്ടായ്മ, ഒരു മതം അദ്ദേഹം രൂപീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ജാതീയതയില്ലാത്ത, വർണ്ണത്തിനെക്കുറിച്ച് ചിന്തയില്ലാത്ത, ഹിന്ദു എന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള തരംതിരിവില്ലാത്ത കുറേ ആളുകളുടെ ഒരു കൂട്ടം രൂപീകരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചതാണ് ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആയി എന്ന് ഞാൻ കരുതുന്നു. ആ സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹം അന്നേ കാലത്ത് എഴുതിയിട്ടുള്ള കവിത, ആ കവിതയാണ് പുലയരെല്ലാവരും കൂടി ചേരമറ ആയാലെന്താ പുലയൻ്റെ പുലമാറുമോ. അതായത് നമ്മൾ ഒരു വിഭാഗം ജനങ്ങളെ അങ്ങ് അടിച്ചമർത്തി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ നിർത്തിയിരിക്കുന്ന ആളുകൾക്ക് പുതിയൊരു കവചമോ ഒരു പേരോ ഇട്ട് കഴിഞ്ഞാൽ തന്നെയും അവൻ്റെ മേലെയുള്ള ആ ഒരു ഉച്ചനീചത്വങ്ങൾ കുറയുന്നുണ്ടോ? അത് കുറയ്ക്കാൻ ഭരണാധികാരികൾ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ശ്രമിക്കണം. ഒരു പേര് മാറ്റിയത് കൊണ്ടോ ഒന്നും അതിന് യാതൊരു പരിഹാരമാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറേ ജനവിഭാഗങ്ങളുടെ പറയര്, പുലയര്, കുറവര് തുടങ്ങിയ കുറേ ഡൗൺ ട്രോഡൻസ് ആയിട്ടുള്ള ജനവിഭാഗങ്ങളുടെ അടിമത്തം നിലനിന്നിരുന്ന കാലത്തെക്കുറിച്ചും ഒക്കെ വളരെ കുറച്ച് വരികളിൽ അദ്ദേഹം
പിന്നെ സൂചിപ്പിച്ചിരിക്കുന്ന വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കവിതയാണത്. അപ്പോൾ അതിന് പല സംഗീത വേർഷൻസും ഉണ്ടെങ്കിൽ തന്നെയും വേടൻ്റെ സൗണ്ടിൽ അത് കേൾക്കുമ്പോൾ അതിനൊരു മാസ്മരികതയുണ്ട്, നമ്മുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുന്നതിന് വേണ്ടിയുള്ള ഒരു ശക്തിയുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. ഓക്കെ, അത് അദ്ദേഹം പാടുന്ന കുറച്ച് ലിറിക്സ് നമുക്ക് കേട്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. പുലയരെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് ഇദ്ദേഹം ഒരു ഹിപ്പ് ഹോപ്പ് ഫെസ്റ്റിവൽ നടന്നിരുന്നു 2020 പറ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ നടന്നിരുന്നു. ആ ഫെസ്റ്റിവലിൽ പാടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ മ്യൂസിക്കിൽ ആ വാദ്യോപകരണത്തിൻ്റെ ഒരു മാസ്മരികതയും കൂടെ നമ്മൾക്ക് ഇതിൽ കേൾക്കുവാനാകും. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്ക് കേട്ട് നോക്കാം. ആദ്യത്തെ കുറച്ച് സ്റ്റാൻസ കേട്ട് നോക്കും. പുലയന്റെ പുല മാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ? അപ്പം അതിൽ ചോദിക്കുകയാണ്, പുലയരെല്ലാരും കൂടി ചേരമരായാൽ എന്താ, പുലയൻ്റെ പുല മാറുമോ ഈ കേരളത്തിൽ അതിനൊരു ശുഭമാകുമോ, ശുഭം വരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരാണ് പുലയർ എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ പുലയർ എന്നുള്ള പേര് വരാൻ എന്താണ് കാരണം? പുല അല്ലെങ്കിൽ പുലം എന്ന് പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത് കണ്ടം അല്ലെങ്കിൽ കൃഷിസ്ഥലം, മണ്ണ് എന്നുള്ള ഒരു അർത്ഥത്തിലൊക്കെ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ഭൂമിയിൽ പണിയെടുക്കുന്നവർ, കൃഷിക്കാർ, കൃഷി ജോലി ചെയ്യുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് പുലയർ എന്നുള്ളൊരു വാക്കിൻ്റെ ഒരു അർത്ഥാന്തരം വരുന്നത്. അപ്പോൾ അങ്ങനെ ഭൂമിയിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങളെ അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് മാറ്റി നിർത്തി മറ്റുള്ളവരിൽ നിന്ന് താഴ്ന്നവർ എന്നുള്ളൊരു ഗണത്തിലേക്ക് പെടുത്തി മാറ്റി നിർത്തപ്പെട്ടവരാണ് പുലയർ എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ എന്നാണ് ചരിത്രത്തിലെ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. സൗത്ത് ഇന്ത്യയിലാണ് ഈ ഒരു പുലയർ എന്ന് പറയുന്ന ജനവിഭാഗം ഉള്ളത്. കേരളത്തിൽ, തമിഴ്നാട്ടിലും കർണാടകയിലും ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഈ ഭാഗം ജനങ്ങൾ കൂടുതലായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പുലയർ എന്ന് പറയുമ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് പുല എന്നുള്ളൊരു വാക്ക്. പുല എന്ന് പറയുമ്പോൾ തന്നെ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു നമ്മൾ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ എന്തോ മാറ്റി നിർത്തേണ്ട ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുന്ന ഒരിതാണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ ഏറിയ പങ്കും യോജിക്കുന്നത് പുല എന്ന് പറയുന്ന അല്ലെങ്കിൽ മണ്ണിൽ അല്ലെങ്കിൽ ചേറിൽ കണ്ടത്തിൽ പണിയെടുക്കുന്ന ജനവിഭാഗങ്ങളാണ് പുലയർ എന്നുള്ള അർത്ഥത്തിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യന് അന്നന്നത്തെ അന്നത്തിന് വേണ്ടി, നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ഭൂമിയിൽ പണിയെടുക്കുന്ന ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പുലയർ എന്ന് പറയുമ്പോഴും അവരെ മാറ്റി നിർത്തുന്ന ഒരു സാമുദായിക വ്യവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പൊയ്കയിൽ അപ്പച്ചൻ പാടിയിട്ടുള്ളത്. അപ്പോൾ പുലയർ എന്ന ചേരമരെന്നും അറിയപ്പെടുന്നുണ്ട് ഈ വിഭാഗം ജനങ്ങളെ. അപ്പോൾ ഈ പുലയർ എന്നുള്ള ഒരു വിഭാഗത്തിനെ ചേരമറന്ന് വിളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേര് പറഞ്ഞത് കൊണ്ടോ ഇവരുടെ ആ ഒരു പുല മാറുമോ? പുല എന്നവിടെ അർത്ഥം വരുന്നത് അവരോടുള്ള അസമത്വം, അവരോടുള്ള ഒരു തൊട്ടുകൂടായ്മ, ആ ഒരു മാറ്റി നിർത്തൽ മാറുമോ? ഈ കേരളത്തിൻ്റെ ഇത് എന്ന് മാറും എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അവിടെ വന്നിട്ടുള്ളത്. തന്നെയല്ല, ഈ സംഘകാലഘട്ടത്തിലൊക്കെ ചേരമർ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഭരണാധികാരികളുണ്ടായിരുന്നു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പിന്നീട് വന്ന ആര്യന്മാരുടെ ഒരു കടന്നു വരവോട് കൂടിയാണ് ബ്രാഹ്മണിസം സൗത്ത് ഇന്ത്യയിലൊക്കെ വളർന്നു വരികയും അങ്ങനെ കളറിൻ്റെയും തൊഴിലിൻ്റെയും പേരിൽ ഒരു വിഭാഗം ജനങ്ങളെ മാറ്റി നിർത്തപ്പെടുകയും വരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് കേട്ട് നോക്കാം. അടുത്തത് പറയുന്നത് പറയരെക്കുറിച്ചാണ്. ഓക്കെ, പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്താ, പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്താ, പറയന്റെ പഴി മാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ?
പറയരെല്ലാരും കൂടി പറയരെല്ലാരും കൂടി പറയെല്ലാരും കൂടി സാമ്പവരായാലെന്താ പറയന്റെ പഴി മാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു പാതിദ്രാവിഡ വിഭാഗത്തിൽപ്പെടുന്ന ദ്രാവിഡരായിട്ടുള്ള അല്ലെങ്കിൽ നെഗ്രിറ്റോസ് എന്നുള്ളൊരു ഗണത്തിൽപ്പെടുന്ന പുലയരെക്കുറിച്ചും അതിനുശേഷം പറയരെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ പറയരെന്ന് പറയുന്നത് പണ്ട് കാലത്ത് സംഗീതത്തിനോട് വളരെയധികം ഒരു ഇച്ഛ പുലർത്തിയിരുന്ന ഒരു വിഭാഗം ജനങ്ങളായിരുന്നു. സ്വന്തമായിട്ട് അവർക്ക് സംഗീത ഉപകരണങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പറ എന്ന് പറയുന്നത്. ഇന്നത്തെ ഡ്രമ്മിനെ പോലെയൊക്കെ സാദൃശ്യമുള്ള വലിയ ശബ്ദങ്ങൾ മുഴക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഗീതോപകരണം ഇന്നും പല മ്യൂസിക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് വേടൻ തന്നെ പല ഇൻ്റർവ്യൂകളും പറയുന്നുണ്ട്. മറ്റേ നമ്മൾ കേൾക്കുന്നത് എൻജാമി എൻജാമി എന്ന് പറയുന്ന തമിഴിലെ ആ ഒരു സോങ്, ആ സോങ്ങിനോടൊപ്പം അതിൽ ഉപയോഗിച്ചത് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിലൊന്നും പറയൊക്കെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം സംഗീതത്തിനോട് വളരെയധികം ആഭിമുഖ്യം പുലർത്തുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ, കൂടാതെ കൃഷിയിൽ വളരെയധികം ഏർപ്പെട്ടിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ. ഇപ്പോൾ ഇവർ സംഗീതം എന്ന് പറയുന്നത് പലപ്പോഴും ജനന സമയം മരണസമയം ഒക്കെ മുഴക്കിയിരുന്ന സംഗീതങ്ങളാണ്. തന്നെയല്ല പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള രേഖകളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് രാജാവിൻ്റെ ഈ ഡിക്ലറേഷൻസും പ്രൊക്ലമേഷൻസും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഡും 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 കൊട്ടിക്കൊണ്ടു പോകുമല്ലോ, അതുമൊക്കെ ഈ ഒരു വിഭാഗം ജനങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ തന്നെയും ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട എന്നറിയും സൗത്ത് ഇന്ത്യയിലെ ഏകദേശം അറിയപ്പെടുന്ന സംഗീതജ്ഞന്മാരും കലാകാരന്മാരും ഒക്കെ ഈ പറയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരെയും മാറ്റി നിർത്തുന്നത്? കളറിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന ആ തൊഴിലിൻ്റെ പേരിലോ ഒക്കെയുമാണ് അവരെയും മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത്. സംഗീതജ്ഞരാണെങ്കിൽ കൂടിയും അത് ശ്രേഷ്ഠ സംഗീതം എന്നുള്ള വിഭാഗത്തിലല്ല, താഴേക്കിടയിലുള്ള ഒരു സംഗീതം എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവർ അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗം ജനങ്ങൾ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പോൾ അതുകൊണ്ടാണ് പൊയ്കയിലപ്പച്ചൻ പറയുന്നത് പറയരെല്ലാവരും കൂടി സാമ്പവരായാൽ എന്താ. പറയൻ്റെ മറ്റൊരു പറയർന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ മറ്റൊരു പേരാണ് സാമ്പവ എന്ന് പറയുന്നത്. അപ്പോൾ ആ സാമ്പവ എന്നിട്ടുള്ളൊരു പേര് കൊടുത്താൽ പറയൻ്റെ പറ മാറുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ കേരളത്തിൽ അത് മാറുമോ? അങ്ങനെ നമ്മളത് പേരിട്ട് വിളിച്ചാൽ മാത്രം പോരാ, മാറ്റം വരണമെങ്കിൽ മാറുക തന്നെ വേണം എന്ന് പറയുന്ന ഒരു വരികളാണ് അതിനകത്തുള്ളത്. അടുത്ത ഭാഗം പറയുന്നത് കുറവരെ കുറിച്ചിട്ടാണ്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം. കുറവരെല്ലാരും കൂടി കുറവരെല്ലാരും കൂടി കുറവരെല്ലാരും കൂടി സിദ്ധനരായാലെന്താ കുറവരെല്ലാരും കൂടി സിദ്ധനരായാലെന്താ കുറവന്റെ കുറമാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ കുറവരെല്ലാരും കൂടി കുറവരെല്ലാരും കൂടി കുറവരെല്ലാരും കൂടി സിദ്ധനരായാലെന്താ കുറവരെല്ലാരും കൂടി സിദ്ധനരായാലെന്താ കുറവന്റെ കുറമാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ. അപ്പോൾ അത് കേട്ട് നോക്കുക. ആ മ്യൂസിക്കിൻ്റെ ഒരു മാസ്മരികത നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാട്ട് സംഗീതമായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാളൊക്കെ എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സൗണ്ടിന് അല്ലെങ്കിൽ അതിനുപയോഗിച്ചിരിക്കുന്ന ആ ഒരു താളക്രമത്തിനുമുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ രണ്ട് വിഭാഗം ജനങ്ങളെക്കുറിച്ച് പറഞ്ഞു, അടുത്ത് പറയുന്നത് കുറവരെ കുറിച്ചിട്ടാണ്. അവരുടെയും ഏകദേശം ജോലിയിൽ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഫാമിംഗ് തന്നെയാണ്, കൃഷി തന്നെയാണ്. പിന്നീട് ഭാഗ്യം പറയുന്നവർ, പണ്ട് കാക്കാലന്മാരെന്നൊക്കെ പറയും, അങ്ങനെ ഒരു ഭാഗം ആൾക്കാർ. ഇവരൊക്കെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനാണ്, ഫോർച്യൂൺ സ്റ്റോറി ടെല്ലിങ്, ഭാഗ്യം പറയുന്നവർ, കൈനോട്ടക്കാർ, അതുപോലെ തന്നെ വേടർ, വേട്ടവർ എന്നൊക്കെ അറിയപ്പെടുന്നതെല്ലാം കുറവ് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ് വിഭാഗത്തിലെ ഈ മൂന്ന് വിഭാഗം ജനങ്ങളും കൂടുതലായിട്ട് സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ, കേരളത്തിൽ, കർണാടകയിലൊക്കെയാണ് കണ്ടുവരുന്നത് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ തമിഴിടെ നമ്മുടെ മുരുകൻ എന്ന് പറയുന്ന ദൈവം കുറവനാണ് എന്നാണ് പല എഴുത്തുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരെയും സിദ്ധനർ എന്നുള്ളൊരു പേരുണ്ട്, സിദ്ധനർ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പേര് മാറ്റിയിട്ടാലും അവരുടെ ആ ഫ്രഷ് മാറുമോ, ഈ കേരളത്തിൽ അതൊക്കെ മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ആ ഒരു 3 വരിക്കകത്ത് ഇദ്ദേഹം ചോദിക്കും. പിന്നീട് അവരനുഭവിക്കുന്ന അടിമത്തം, സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന അടിമത്തത്തിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് വേടൻ്റെ സൗണ്ടിലൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം, അതിന് സംസാരിക്കാം. താനെ നന്നിനെ താനെ നന്നെ നന്നെ താനെ നന്നിനെ താനെ നന്നെ നന്നെ താനെ തന നന്നെ
താനേ താനേ തന്നെ നാനേ. ആയിരത്തിലധിക വർഷം അടിമയിൽപ്പെട്ട നമ്മൾ, ആയിരത്തിലധിക വർഷം അടിമയിൽപ്പെട്ട നമ്മൾ അടിമ മറക്കാതാകുമോ? ഈ ധര തന്നിൽ അടിമ മറക്കാതാവുമോ? ആയിരത്തിലധിക വർഷം അടിമയിൽപ്പെട്ട നമ്മൾ, ആയിരത്തിലധിക വർഷം അടിമയിൽപ്പെട്ട നമ്മൾ അടിമ മറക്കാതാകുമോ? ഈ ധര തന്നിൽ അടിമ മറക്കാതാവുമോ? ആ പറയുന്ന വാക്കുകളുടെ ഒരു മാസ്മര്യം. ആയിരത്തിലധിക വർഷം അടിമയെപ്പോലെ പണിയെടുത്തവർ നമ്മൾ. അതുപോലെ തന്നെ ഈ ജന്മിത്ത പ്രഭാവമുള്ള ആളുകളുടെ അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവികളുടെ ആ ജന്മികളുടെയൊക്കെ അടിമകളായിരുന്നു നമ്മളെ. വെറുതെ വിൽക്കുമായിരുന്നു. ബാർട്ടർ സിസ്റ്റം പോലെയൊക്കെ 10 അടിമയെ അങ്ങോട്ട് കൊടുക്കുന്നു, അവിടെ നിന്ന് ഒരു കാളെ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കുതിരയെ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു എന്നുള്ള രീതിയിലൊരു സിസ്റ്റമൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 1000ഓളം വർഷം ഇത്തരത്തിലുള്ള അടിമത്തം അനുഭവിച്ചു വരുന്ന നമ്മൾക്ക് അത് മറക്കാൻ പറ്റുമോ? ഈ ധാരയിൽ എന്ന് ചോദിച്ചാൽ ഈ ജീവിതത്തിൻ്റെ ഈ ഒഴുക്കിൽ നമുക്കത് മറക്കാൻ പറ്റുമോ? നമുക്കത് മറക്കാൻ പറ്റത്തില്ല. ഇതിനൊരു ശുഭം വരുമോ? ഇതിനൊരു അവസാനം വരുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ അടിമത്തത്തിനൊരു അവസാനം വരുമോ? ആധുനിക യുഗത്തിൽ പോലും അടിമക്കച്ചവടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ ഇന്നും ഉണ്ട്. ഇന്ന് കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്നും അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മനുഷ്യനെ അത്രത്തെ അവൻ്റെ കളറ് കൊണ്ടോ അവൻ്റെ തൊഴിൽ കൊണ്ടോ ഒരു പ്രത്യേക വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നതിനെതിരെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ 1080 അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിന് മുന്നെയൊക്കെ സംസാരിച്ച് ഒരു നാവിൻ്റെ രചനയാണ് ഇത്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, നമുക്ക് അതും കൂടെ കേട്ട് നോക്കാം. കളയെ വിൽക്കുമ്പോലെ നമ്മുടെ പിതാക്കളെ, കളയെ വിൽക്കുമ്പോലെ നമ്മുടെ പിതാക്കളെ വിറ്റകർ വില വാങ്ങിയതും മറപ്പതില്ല. അടിമ മറപ്പാതാകുമോ? അടിമ മറപ്പാതാകുമോ? അടിമ മറപ്പാതാകുമോ? അടിമ മറപ്പാതാകും. ചോദിക്കുകയാണ്, കാളയെ വിൽക്കും പോലെ നമ്മുടെ പിതാക്കളെ, അതായത് നമ്മുടെ മുന്നുള്ള പിതാക്കളെ, നമ്മുടെ പിതാമഹന്മാരെ കാളയെ വിൽക്കും പോലെ കൊണ്ട് എന്ന് വിലപേശി വിറ്റുന്ന ജന്മിത്തങ്ങളുടെ ആ ഒരു രീതി നമുക്ക് മറക്കാൻ പറ്റുമോ? ആ അടിമത്തത്തിനെക്കുറിച്ച് നമുക്ക് മറക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ. അത് നമ്മൾ ജീവനുള്ളിടത്തോളം കാലം, ശ്വാസമുള്ളിടത്തോളം കാലം അത് മറക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ അദ്ദേഹം പറയുന്നത്. എന്തൊരു തീക്ഷ്ണമായ വരികളാണല്ലേ. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന, പൊയ്കയിൽ അപ്പച്ചൻ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന, അപ്പച്ചൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാരണവർ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ളൊരു സ്ഥാനമാണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ വിളിച്ചിരുന്ന ആ മഹാനുഭാവൻ്റെ വരികളാണ് ഈ ഒരു പാട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇദ്ദേഹം വളരെ തീക്ഷ്ണമായ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റേജുകളിലും പൊയ്കയിൽ അപ്പച്ചനെ കുറിച്ച് പറയാതെ പോകുന്നതേയില്ല വേടൻ, അല്ലേ? പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും പോലും പറയുന്നുണ്ട് പൊയ്കയിൽ അപ്പച്ചൻ്റെ പാട്ടിനെക്കുറിച്ചും ഒക്കെ. കൂടുതലും ഇദ്ദേഹത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ അയ്യങ്കാളിയെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു പാട്ടെന്ന് പറയുന്നതിന് ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. എല്ലാം പറയുന്നുണ്ട്, ഈ 2-3 ജാതി വിഭാഗങ്ങളെക്കുറിച്ചാണ് പറയുമെങ്കിൽ പോലും മറ്റും പിന്നെയൊക്കെ അവസ്ഥയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾ അന്ന് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ സ്വരത്തിൽ അതിൻ്റെ ആ ആദ്യത്തെ ലിറിക്സ് ഒന്നുകൂടെ കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊന്നും പറയാനില്ല. ഈ ഒരു പാട്ടിനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിച്ചുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പുലയരെല്ലാരും കൂടി ചേരമരായാലെന്താ, പുലയരെല്ലാരും കൂടി ചേരമരായാലെന്താ, പുലയന്റെ പുല മാറുമോ? ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ?